ഇന്ന് ഒരു ദിനാർ ഉണ്ടെങ്കിൽ ഒരു കൊല്ലം ആ ലൈബ്രറിക്ക് സാധനം പോവും. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കളിക്കൂട്ടുകാർ, നമ്മുടെ അയൽക്കാരായ ആളുകൾ, പരിചിതർ അപരിചിതർ, അവർക്കൊക്കെ നമ്മളിലൂടെ ഈ ദഅവത്ത് എത്തിക്കാൻ അത് കാരണമായി തീരില്ലേ? അതിനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അതുകൊണ്ട് ഇത്തരം അവസരങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. ദീനീ സംരംഭങ്ങളിൽ നമ്മളൊരു കണ്ണിയാവുക. നമുക്ക് ചെയ്യാവുന്ന നാഥ, അവിടെ ഇങ്ങനെ സക്കാത്ത് സെല്ലുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സക്കാത്തിന്റെ വിഹിതമെല്ലാം അവിടെ ഏൽപ്പിച്ചു. അവിടെ സാധുക്കൾക്ക് സഹായിക്കാനുള്ളൊരു സംരംഭം ഉണ്ടായിരുന്നു റബ്ബേ. പട്ടിണി പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ വേണ്ടിയുള്ള സംരംഭം. എൻ്റെ ശമ്പളത്തിൽ നിന്ന് എനിക്കാകെ 100 ദിനാറേ ഉള്ളൂ, അല്ലെങ്കിൽ 50 ദിനാറേ ഉള്ളൂ എൻ്റെ ശമ്പളം റബ്ബേ. അതിലൊരു ദിനാറ് വെച്ച് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ പുസ്തകവും യൂണിഫോമും വാങ്ങിക്കാൻ അവസ്ഥയില്ലാതെ പഠിക്കാനുള്ള ബുദ്ധിയും സൗകര്യമുള്ള എൻ്റെ നാട്ടിലെ കുറേ എൻ്റെ അടുത്ത ആളുകൾ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കണം എന്ന് എനിക്ക് മനസ്സുണ്ട് റബ്ബേ. അത് കൊടുക്കാനുള്ള മനസ്സ് താ. ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് റബ്ബിന്റെ കോടതിയിൽ പറയാലോ. എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, എൻ്റെ നീണ്ട ബഹ്റൈനിലെ ജീവിതത്തിനിടയിൽ ഇത്ര മണിക്കൂറുകൾ, ആഴ്ചയിലെ ഇത്ര മണിക്കൂർ ഞാൻ ആദർശ പ്രബോധനത്തിന് മാറ്റിവെച്ചു. ആഴ്ചയിലെ ഇത്ര മണിക്കൂർ നിന്നെ വാഴ്ത്താൻ ഞാൻ മാറ്റിവെച്ചു. എൻ്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നിന്നെ ഓർക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് തുമ്മുമ്പോൾ പോലും ഞാൻ അൽഹംദുലില്ലാ എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ചെരുപ്പിടുമ്പോൾ പോലും നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വലത് കാലിലെ ചെരുപ്പിടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ സുന്നത്തുകളെയും പരമാവധി ജീവിതത്തിൽ പകർത്താൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഒരൊറ്റ വെള്ളിയാഴ്ചയാണ് റബ്ബേ എനിക്ക് ഒഴിവ്. ആ 24 മണിക്കൂറാകുന്ന ആ വെള്ളിയാഴ്ചയിലെ 1.5 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് ഖുർആൻ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഖുർആൻ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും നീ പഠിപ്പിച്ച നിന്റെ ഖുർആനിനെ ഒരു 5 ആയത്ത് വെച്ചെങ്കിലും ഓതാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ കേട്ട സീഡികളും പുസ്തകങ്ങളും പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, എൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ റബ്ബേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സമ്പത്തിന്റെ ഇത്ര, എൻ്റെ ആയസിന്റെ ഇത്ര, എൻ്റെ ആരോഗ്യത്തിന്റെ ഇത്ര, എൻ്റെ അനുഗ്രഹം, നീ ചെയ്തു തന്നെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഈ രീതിയിലെല്ലാം നിന്റെ മാർഗത്തിൽ ചെയ്യാൻ, സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് റബ്ബിന്റെ മുന്നിൽ പറയാലോ. അതിനുവേണ്ടി പണിയെടുക്കണം. വല്ലതും പറയണ്ടേ, അതിന് വല്ലതും ചെയ്യണം. ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരുമാറാകണം റബ്ബേ. ഞങ്ങളിൽ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നാഥ, അവർക്ക് നീ ശിഫ നൽകുമാറാകണമേ റബ്ബേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ സൗഖ്യം നൽകുമാറാകണമേ നാഥ. ഞങ്ങളിൽ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നാഥ, നിന്റെ തൃപ്തി നേടിക്കൊണ്ട് മരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്നും കരുണാവാരിധിയെ നീ ഞങ്ങളെ കാക്കണമേ നാഥ. നിന്റെ അർശിൻ്റെ തണൽ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളാക്കണമേ നാഥ ഞങ്ങളെ നീ. പടച്ചതമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണമേ നാഥ. ഞങ്ങളുടെ മനസ്സുകളെ നീ കോർത്തിണക്കണമേ നാഥ. ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സഹകരണവും ഉണ്ടാക്കണമേ നാഥ. മരണം വരെ ആദർശ പ്രബോധന രംഗത്ത് നീ ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ചു പണ്ട് പണിയെടുക്കാൻ, ഒടുവിൽ നിന്റെ തൃപ്തി നേടിക്കൊണ്ട് മരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി തുറന്നു തരുമാറാകണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റബ്ബേ, മരണത്തിന് ശേഷം കൊതി തീരുവോളം നിന്നെ പൂർണ്ണമായും കാണാൻ കഴിയുക എന്നത്. മുത്തക്കികൾക്ക് മാത്രം ലഭിക്കുന്ന ആ അവസരം ഞങ്ങൾക്ക് കൂടെ നീ നൽകുമാറാകണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.